അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇത് ഗെയിമറുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫുഡ് ഐറ്റംസിലും ആസിഡ് ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണത്. ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ട് A4 ഷീറ്റിൽ അരച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു നീല കളറാവും കിട്ടുക. ഇതാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് പുളിവെള്ളമാണ്. ഈ പുളിവെള്ളത്തിൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു റെഡ് കളറായി മാറും. കാണിച്ചു തരാം. ഒരു കളർ ചേഞ്ച് വന്നില്ലേ? ഈ പുളിയിൽ ആസിഡ് ഉണ്ട്. പുളിയിൽ ആസിഡ് ഉള്ളതിന് കാരണമാണ് ഈ കളർ ചേഞ്ച് വന്നത്. ലിറ്റ്മസ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ചെമ്പരത്തി എടുത്തിട്ട് A4 ഷീറ്റിൽ നല്ലോണം അരച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ പീസാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ നീല കിട്ടും. എന്നിട്ട് പുളിവെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ കളർ ചേഞ്ച് വരും. ഇതുപോലെ ലെമൺ ജ്യൂസിലും, അതായത് നാരങ്ങ വെള്ളത്തിലും വിനാഗിരി വെള്ളത്തിലും ഇതുപോലെ ലിറ്റ്മസ് പേപ്പർ ഇങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ റെഡ് കളറായി വരും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പുളി വേണം, പിന്നെ A4 ഷീറ്റ്, ഒരു A4 ഷീറ്റ്, പിന്നെ ചെമ്പരത്തി വേണം. ചെമ്പരത്തി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ പോയി ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക. ഒരു 4 ചെമ്പരത്തി മതി ഒരു പേപ്പറിന്. 2 സൈഡും ചെയ്യണം. ഇതുപോലെ ഒരു സൈഡും അതിൻ്റെ മറ്റേ സൈഡും കളർ അടിക്കണം. എന്നിട്ട് പുളി വെള്ളത്തിലിട്ട് ഇതേപോലെ കളർ വരുത്തുക. നിങ്ങളുടെ അമ്മമാർക്ക് അറിയായിരിക്കും ഈ പുളിയഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഈ വെള്ളം എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അമ്മമാരടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ കളർ ചേഞ്ച് വരും. അതിനർത്ഥം ഈ പുളിയിൽ ആസിഡ് ഉണ്ട്, നാരങ്ങ വെള്ളത്തിലും വിനാഗിരിയിലും. കണ്ടു. ഇത് മൊത്തമായിട്ട് മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തമായിട്ട് റെഡ് കളറാക്കാം. നമുക്കിപ്പോൾ നീല ആവശ്യമില്ലെങ്കിൽ നമുക്ക് റെഡാക്കാൻ ഈ വഴി ചെയ്താൽ മതി. ഞാനിപ്പോൾ മൊത്തം മുക്കിയിട്ട് ഈ കളറാക്കി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 500 സബ്സ്ക്രൈബർ വേണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് 500 സബ് ആക്കണം. അപ്പോൾ 500 ആയാൽ നമുക്ക് നേരെ 1K, അതായത് 1000ക്ക് കടക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ ദിവസം വരാം.